നിങ്ങളുടെ കുഞ്ഞിന് ആഹാരം കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം, ശരിയല്ലേ? ഇതെല്ലാം മറികടക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞ് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതി നമ്മൾ കുഞ്ഞിന് ഇഷ്ടമുള്ള പാട്ട് വെച്ചോ, അതല്ല കാർട്ടൂൺ കാണിച്ചോ, ഇതൊന്നുമല്ല, നമ്മൾ മുറ്റത്ത് നടന്ന് കുട്ടിക്ക് കാക്കയും പൂച്ചയും പൂവും എല്ലാം കാണിച്ചിട്ടും കുഞ്ഞിന് ഇഷ്ടമുള്ള രീതിയിൽ ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടും നിങ്ങളുടെ കുഞ്ഞ് ഒരു ഉരുള പോലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. വളരെ വേദനയുള്ളൊരു അവസ്ഥയാണ് അല്ലേ? നമുക്ക് കുഞ്ഞിന് ശരിയായ രീതിയിലുള്ള ആഹാരം കിട്ടിയാൽ മാത്രമേ കുഞ്ഞിന് ശരിയായ രീതിയിലുള്ള ശാരീരികവും മാനസികവുമായ വളർച്ചയുണ്ടാവും എന്നറിയും. ഇവിടെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നിങ്ങൾ നിരന്തരമായി കുഞ്ഞിന്റെ വളരെ ചെറുപ്പം മുതൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കരുതലോടെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. നമ്മുടെ കുഞ്ഞ് 6 മാസമായിട്ടും നമുക്ക് കുഞ്ഞിനെ മുലപ്പാലിൽ നിന്ന് ഒരു കട്ടിയുള്ള ആഹാരം അല്ലെങ്കിൽ സെമി സോളിഡ് ഫുഡിലേക്കും മാറ്റാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കുഞ്ഞിനെ പല ടെക്സ്ചേഴ്സും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ പല ടേസ്റ്റുകളും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫുഡുകളൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അത് തുപ്പിക്കളയുകയും അതിനോട് ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അല്ലാതെ തന്നെ ഒരുപക്ഷെ കുഞ്ഞ് എല്ലാ ആഹാര പദാർത്ഥങ്ങളും തുപ്പിക്കളയുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാം, അല്ലേ? അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ വീക്ക്നെസ്സോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ ഓറോമോട്ടോർ സ്ട്രക്ചേഴ്സ് കുഞ്ഞിനെ ചവയ്ക്കുവാനും ഇറക്കുവാനും എല്ലാം സാധിക്കുവാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രക്ചറൽ ഡിഫോമിറ്റീസ് ഉണ്ടോ എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതാണ് സ്കൂൾ ബസ് വരാൻ സമയമായി, പക്ഷെ നമ്മുടെ കുഞ്ഞ് ഒരു ഇഡ്ഡലി പോലും തിന്നു കഴിഞ്ഞിട്ടില്ല. രാവിലെ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂൾ പോയാൽ എങ്ങനെയായിരിക്കും ശരിയായ രീതിയിൽ പഠിക്കുക? ഇവിടെ കുട്ടിക്ക് ആഹാരം കഴിക്കുവാൻ ഒരുപാട് സമയമെടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ആഹാരം കൊടുക്കുമ്പോൾ അത് കുട്ടിക്ക് വല്ലാതെ ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ വളരെ കരുതലോടെ വേണം കൈകാര്യം ചെയ്യുവാൻ. ഇങ്ങനെ ഇതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നിരന്തരമായി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസോ, കുട്ടികൾ ആഹാരം കഴിച്ചിട്ടും പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ലെങ്കിലും അതോടൊപ്പം ആഹാര പദാർത്ഥങ്ങളെല്ലാം ചവച്ചിറക്കുവാനും എല്ലാ ടെക്സ്ചേഴ്സും ഒരേപോലെ എൻജോയ് ചെയ്ത് കഴിക്കുവാനും എല്ലാം പ്രയാസമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഇവിടെ ജീവനത്തിൽ നമ്മൾ ഡോക്ടേഴ്സും അതോടൊപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റും സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റും നിങ്ങളുടെ കുഞ്ഞ് ശരിയായ രീതിയിൽ ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആഹാരത്തിനോട് ഒരു തരത്തിലുള്ള താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ അതിലവിടെ ഒരു ബിഹേവിയറൽ കൺസേൺ ഉണ്ടോ, അതോ ഓറോമോട്ടോർ സ്ട്രക്ചറൽ ഡിഫോമിറ്റി ആണോ, അതോ ഓറൽ സെൻസറി ഇഷ്യൂ ആണോ, ഇതെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് മൾട്ടി ഡിസിപ്ലിനറി ടീം പ്രൊഫഷണൽസിന്റെ സഹായത്തോടു കൂടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം ശരിയായ സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള വിദഗ്ധ ഉപദേശം നേടുകയും നിങ്ങളുടെ കുട്ടിയെ ശരിയായ രീതിയിൽ ശാസ്ത്രീയമായി കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കി അത് പരിഹരിച്ച് നല്ല പോഷകാഹാരം കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞിന് ശരിയായ രീതിയിലുള്ള ശാരീരികവും മാനസികവുമായ ആരോഗ്യം കിട്ടട്ടെ. ബോധിയിലും ദേഹിയിലും ജീവനീയം, ജഗത്തിലും ജപത്തിലും ജീവനീയം.